ഹായ്, എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമസ്കാരം. സ്വറ വിത്ത് ജലാൽ മാഗ്നസിൽ ഞാൻ നിങ്ങൾക്ക് ഒരാൾ പരിചയപ്പെടുത്തുകയാണ്. ഹായ്. ഇനിയും വരാത്ത വഴികളിൽ കണ്ണീർ പൂവിൻ്റെ സുഗന്ധത്തിൽ ഞാനൊരു മുത്തും പവിഴവും കോർക്കാം സഖി ഇനിയും വരാത്ത വഴികളിൽ. ഈ പാട്ട് ഒരുപക്ഷെ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു പാട്ടാണ്. ഈ പാട്ട് പാടിയത് നമ്മുടെ റാസയാണ്. ഈ പാട്ട് എഴുതിയിരിക്കുന്നത്, മ്യൂസിക് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഡീറ്റെയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇത് എൻ്റെ അനിയനാണ്, എൻ്റെ ഉമ്മയുടെ അനിയത്തിൻ്റെ മോനാണ്. താമസിക്കുന്നത് വടകരയാണ്, താഴങ്ങാടി. താജുദ്ദീൻ വടകരയുടെയും നമ്മുടെ ആഷിർ വടകരയുടെയും ഒരുപാട് കലാകാരന്മാർ ഇന്ന് മാപ്പിളപ്പാട്ടിൻ്റെ മേഖലയ്ക്ക് സജീവമായിട്ട് ഒരുപാട് വർക്കുകൾ സമ്മാനിച്ചിട്ടുള്ള ആ ഒരു താഴങ്ങാടി എന്ന് പറയുന്ന പ്രദേശത്താണ് ഷാജഹാൻ എന്ന് പറയുന്ന എൻ്റെ അനിയൻ താമസിക്കുന്നത്. ഷാജു എന്നാണ് ഞാൻ വിളിക്കുക. ഷാജുവിൻ്റെ ആദ്യത്തെ വർക്ക് പാടിയത് റാസയല്ലേ? റാസ ആദ്യ വർക്ക് റാസ പഠിക്കാം. അതിൻ്റെ ശേഷം പിന്നെ ഒരു വർക്ക് ഇമാം മജ്ബൂർ, സൂഫിക്കലൊക്കെ പാടുന്ന ഇമാം മജ്ബൂർ ആണ് പാടിയത്. രണ്ടാമത്തെ വർക്ക് ഓൾറെഡി ഇറങ്ങി കഴിഞ്ഞു. അതിൽ രണ്ടുപേരും പാടാൻ പറ്റും? ഓക്കെ, പാടാം. ഇതിൻ്റെ മ്യൂസിക്കും ലിറിക്സും ഞാൻ തന്നെ ചെയ്തിരുന്നു. ഈ രണ്ടാമത് ഇറങ്ങിയിട്ടുള്ള പാട്ടിൻ്റെ ലിറിക്കും മ്യൂസിക്കും ഷാജുവാണ്? ഞാൻ തന്നെ ചെയ്തിരുന്നു. ഓക്കെ. ആദ്യത്തെ റാസ പാടിയിട്ടുള്ളതോ? റാസന്റെ മ്യൂസിക് റാസ ഭായ ചെയ്തത്, റിലിക്സ് മാത്രമേ ഞാൻ ചെയ്യുന്നു. റാസ പാടിയിട്ടുള്ള ഇനിയും വരാത്ത വഴികളിൽ എന്ന് പറയുന്ന പാട്ട് നല്ല രസമുള്ള പാട്ടാണ്. അത് കേട്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പാട്ട് കേൾക്കണം. ഭയങ്കര മൂഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള പാട്ടാണ്. വേറെ തന്നെ ഒരു വൈബ് പാട്ടാണ്. റാസയുടെ സംഗീതത്തിൽ ഷാജഹാൻ എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട അനിയൻ എഴുതിയിട്ടുള്ളത്. അപ്പം ഈ രണ്ടാമത് എഴുതിയ പാട്ട് എഴുത്തും മ്യൂസിക്കും അതൊന്ന് പാടും. നിനക്കായി രചിക്കാം റൂഹേ, നിനക്കായി രചിക്കാം റൂഹേ, ഗസലോരോരോ നോക്കിലും നീ, ഓരോരോ വാക്കിലും നീ. ഇത് ഇമാമാണ് പാടിയത്? ഇത് ഇമാം മജ്ബൂറാണ് പാടിയത്. വർക്കിൻ്റെ പേരെന്തായിരുന്നു? നോക്കിലും നീ വാക്കിലും നീ. അടിപൊളി. ഇപ്പം മൂന്നാമത് ഒരു വർക്ക് കൂടെ ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞ് ഇതിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വിരുന്ന് വന്നു കഴിഞ്ഞപ്പം അവനെ ഒന്ന് പരിചയപ്പെടുത്തണം എന്നുള്ള ആഗ്രഹത്തിൽ പരിചയപ്പെടുത്തിയതാണ്. നല്ല കലാകാരനാണ്, നല്ലോണം എഴുതും. വേറിട്ട വഴികൾ, വേറിട്ട രീതികളൊക്കെയാണ് ഷാജഹാൻ്റെ എഴുത്തിൻ്റെ രീതി, മ്യൂസിക്കൊക്കെ ആണെങ്കിലും. അപ്പോൾ എന്തായാലും പുതിയ വർക്കിനെ കുറിച്ച് പറയാം. പുതിയ വർക്ക് ഇമാം മജ്ബൂറാണ് പാടിയത്. പിന്നെ അതിലൊരു ഫീമെയിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ഷമീന. പുതിയ സിംഗറാണ്. അപ്പോൾ അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ റിലീസിന് ഒരുങ്ങാൻ വേണ്ടി ഇരിക്കുകയാണ്. ഈ ഫീമെയിൽ സിംഗർ പുതിയത് വേറെ പാട്ട് പാടിയുണ്ടോ? ഇല്ല, ഫീമെയിൽ ഷമീന എന്ന് പറഞ്ഞ നാട്ടിലല്ല, വടകരല്ല, തൃശ്ശൂരാണ്. തൃശ്ശൂർക്കാരി. അപ്പോൾ അവരിപ്പോൾ ആദ്യമായിട്ടാണ് ഒരു പുതിയൊരു പാട്ട്, അത് മജ്ബൂർ ആയിട്ടാണ് വർക്ക് ചെയ്തത്. മജ്ബൂറിൻ്റെ കൂടെ ഷാജഹാൻ എന്ന് പറയുന്ന ഈ ഒരു എഴുത്തുകാരൻ്റെയും സംഗീത സംവിധായകൻ്റെയും കലാസൃഷ്ടിയിൽ മജ്ബൂറിൻ്റെ കൂടെ പാടിയത് ഷമീന തൃശ്ശൂർക്കാരിയാണ്. തീർച്ചയായിട്ടും നല്ലൊരു വർക്ക് ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ പാട്ടിൻ്റെ രണ്ടുപേരുമാണ്. പ്രണയം പാടി ഞാനിരിക്കുമീ നേരത്ത്, പ്രണയം പാടി ഞാനിരിക്കുമീ നേരത്ത്, നേരം വെളുത്തത് അറിയാതെ പോയ നാൾ, കഥയറിയാതെ സ്നേഹമറിയാതെ, കഥയറിയാതെ സ്നേഹമറിയാതെ, ഹൃദയം വെറുതെ നനങ്ങി. അതാണ്. പിന്നെ ഫസ്റ്റ് വരി ഒന്ന് പറഞ്ഞാട്ടെ. ഫസ്റ്റ് വരി എന്താ? പ്രണയം പാടി
പ്രണയം പാടി ഞാനിരിക്കുമേ നേരം. പ്രണയം പാടി ഞാൻ ഇരിക്കും ഈ നേരത്ത് എന്ന് തുടങ്ങുന്ന മനോഹരമായിട്ട് വരികളിലൂടെ ഉള്ള പുതിയ ഒരു വർക്ക് നമ്മളെല്ലാവരും കേൾക്കുക, പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും ഒരുപാട് നന്മകൾ നേരുന്നു. ഇനിയും ഒരുപാട് വർക്കുകൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എൻ്റെ ഭാഗത്തുനിന്നും ഈ ഒരു പരിപാടി കാണുന്നവരുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ സഹകരണങ്ങളും പ്രോത്സാഹനങ്ങളും ഉണ്ടാകുമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു.